തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന UDF ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം KPCCക്ക് കൈമാറിയിട്ടുണ്ട്. ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കും ഉടൻ തുടക്കമിടാനാണ് തീരുമാനം. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ റെക്കോർഡ് വിജയത്തിന് പിന്നാലെ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭരണം പിടിച്ചിരുന്നു. സമാന പ്രതീക്ഷ പകരുന്നതാണ് UDFന് ഈ തെരഞ്ഞെടുപ്പ് ഫലവും. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമിടാനാണ് UDF തീരുമാനം. ആദ്യഘട്ടം തന്നെ പരമാവധി ഇടങ്ങളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതി പിന്തുടരും. കേരള കോൺഗ്രസ് ഒപ്പമില്ലാതിരുന്നിട്ടും തെക്കൻ മധ്യ കേരളത്തിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവും UDFന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ മുന്നണി വിപുലീകരണം തൽക്കാലം അജണ്ടയിൽ ഉണ്ടാവില്ല. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെന്ന പ്രചാരണം ഗുണം ചെയ്തെന്നും UDF കണക്കുകൂട്ടുന്നു. സമാനതകളില്ലാത്ത ഒരു തരംഗമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നത്. ഈ വിജയം സമ്മാനിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രമാത്രം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് നേതാക്കൾക്കുള്ള കേന്ദ്ര നിർദ്ദേശം. ആ ജനവിധി ജനങ്ങളുടെ വികാരത്തിന്റെ ശക്തമായ പ്രകടനമാണ്. അതിന് ഞങ്ങൾ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. വിനയത്തോടെ ഇത് സ്വീകരിക്കുകയാണ്. ജനങ്ങളുടെ ദാസന്മാരായി ഞങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരുങ്ങിയിറങ്ങിയാൽ സമ്പൂർണ്ണ തിരിച്ചുവരവിന് കഴിയുമെന്ന രാഷ്ട്രീയ പാഠം കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDFന് സമ്മാനിക്കുന്നത്. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം.